സ്നേഹിതന്മാരെ, നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്നിട്ടിപ്പോൾ ഒരു വർഷം 2 മാസം കഴിഞ്ഞിട്ടോ. ഇവിടേക്ക് എത്തുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു വിഷമാണ്. ഇവിടെ പെട്ടെന്ന് നിർമ്മിച്ച ബെയിലി പാലത്, ആ ഭാഗത്തേക്ക് റോഡുണ്ട്, അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച. ഇപ്പം ഇങ്ങോട്ട് ഈ പാലം വരെ ഇങ്ങനെ വരാൻ പറ്റും. അവിടെ നിന്ന് അങ്ങോട്ടേക്കൊന്നും കൊണ്ട് പോകാൻ പറ്റില്ല കേട്ടോ. കേട്ടോ, സ്കൂള് ഈ ഭാഗത്തേക്കുള്ള വീടുകളൊക്കെ ഇതായിരുന്നു അല്ലേ അമ്പലം. ആ ബിൽഡിങ്ങിൻ്റെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പേ അവിടെ നിന്ന് ഇങ്ങനെ ആ വെള്ളം ഒക്കെ കൂടി പാറകളടക്കം കുത്തിയൊലിച്ച് വന്ന ആ രംഗങ്ങനെ ആലോചിക്കുമ്പോൾ സങ്കടം തീർത്താ തീരില്ല, ഒരു രക്ഷയില്ല. ആ ടൗണിൽ അവിടെ മരണപ്പെട്ട ആളുകളുടെ ഫോട്ടോ കളിച്ചു. അങ്ങോട്ടൊക്കെ ഒന്നും പോകാൻ പറ്റില്ല. അവിടെ എന്തോ ഇനിയും മണ്ണൊക്കെ മാറ്റി നോക്കുകയാണോ, ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അവിടെ എന്തോ തടയിട്ട് കിട്ടാൻ തോന്നും കേട്ടോ. സ്കൂളൊക്കെ ഒരു ലെയർ ഇതിൻ്റെ അടിയിലാണ്. ഇതൊക്കെ കുത്തി ഒലിച്ചു വന്ന ഏരിയ അതാ. ഇവിടുന്ന് അങ്ങനെ ഒരു 2-3 കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് അതൊക്കെ കൂടി ഇങ്ങോട്ട് വന്നത്. ആ സ്കൂളിൻ്റെ ബാക്കിലാട്ടോ ഫുള്ള് ആളുകൾ. അവിടെ ആയിരുന്നു ഫുള്ള് വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെയൊക്കെ കുറേ തകർച്ചകൾ ഉണ്ടായെങ്കിൽ ഇവിടെ മരണം, ഇവിടെ ഇപ്പോൾ ഒരു മൂപ്പര് പറഞ്ഞ ഇവിടെ ഈ ഏരിയയിൽ ഒരു 10-20 മരണം കയറി എന്നാലും ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവിടെ ഈ കണ്ട പാറകളൊക്കെ അവിടെ നിന്നോട്ട് ഒലിച്ച് വന്നാട്ടോ. ഒരു 3 ആഴ്ച ആയിട്ടുള്ളൂ പോലെ ഇപ്പോൾ ഇവിടേക്ക് പ്രവേശനം നൽകിയിട്ട്. അതുവരെ അങ്ങോട്ട് വന്നിട്ട് എന്താ അപ്പം വിഷമം അങ്ങനെ കൂടാനല്ലാതെ ഒരു കാര്യമില്ല. ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ പണി ഒന്നുമില്ലാതെ കുറേ കടകളൊക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ. അവിടെയൊക്കെ കടകളൊക്കെ പോയിട്ട് ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കുന്ന ആളുകൾ, കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അട്ടമല അവിടേക്ക് 5 കിലോമീറ്റർ പോകണം അവിടുന്ന്. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജില്ലേ, അങ്ങോട്ട് പോകാനുള്ള ജീപ്പുകളൊക്കെ അവർക്ക് ഇപ്പോഴാണ് ഇത് വേറെ ഏതോ ഈ 3 ആഴ്ചയായിട്ടുള്ളവർക്ക് അനുവാദം കിട്ടിയിട്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ നാട്ടുകാരെ സഹായിക്കും. സംഭവം നല്ല അടിപൊളി പരിപാടിയാണല്ലോ ഇവർ പറഞ്ഞത്. പൊട്ടുന്ന ഗ്ലാസ്സില്ലേ, അതൊക്കെ നമ്മൾ ചൈനയിലെ വീഡിയോയിലൊക്കെ കാണാല്ലേ, അതുപോലത്തെ. ഇവിടേക്ക് അമ്പലത്തിൻ്റെ ഇങ്ങോട്ടൊക്കെ ഒന്നും പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അവിടേക്കും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇവിടുത്തെ ആളുകളുടെ സംസാരമൊക്കെ കേട്ടിട്ടേ സങ്കടം. ഇവിടെ ഒരുപാട് ജോലികളൊക്കെ നഷ്ടപ്പെട്ട് ബാക്കിയുള്ളവരും ഇപ്പോൾ ഭയങ്കര ഓരോരുത്തരിങ്ങനെ ഒന്ന് കണ്ടെത്തുകയാണ് ഓരോ ജോലികളൊക്കെ ആയിട്ട്. ഒരു ഗ്രാമം മൊത്തം അങ്ങോട്ട് പോകാറുണ്ടെങ്കിൽ അല്ലേ, എല്ലാവരും വീഡിയോയിലൊക്കെ കണ്ടല്ലേ. ഈ വെള്ളം ഒലിക്കുന്ന
ഏരിയ ഗ്രൗണ്ടായിരുന്നു കേട്ടോ. ഗ്രൗണ്ട് ലെവലായിരുന്നു ഇപ്പോൾ ആ വെള്ളം ഒലിക്കുന്നത്. അതിൽ നിന്ന് ഒരു 10 അടിയോളം താഴ്ചയിലായിരുന്നു പണ്ട് പുഴ ഉണ്ടായിരുന്നത്. അതാണിപ്പം മോൾ ഭാഗത്ത് കൂടി ഒഴുകുന്നത്. അപ്പോൾ അത്രയും മണ്ണും കല്ലുകളും ആ മലൻ്റെ മുകളിൽ നിന്നും വരുന്ന വഴിക്ക് എല്ലാവരും കൂട്ടി ഇങ്ങോട്ട് പോകുന്നു. ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ മരണപ്പെട്ട ആൾക്കാരുടെ അത്യാവശ്യം ഫോട്ടോകളുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ദുരന്തം ഓർമ്മകൾക്ക് മരണമില്ല, എന്നാൽ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരിൽ കുതിർന്നു. ഇത്ര ചിരിച്ച് നിൽക്കണം മുഖങ്ങളെ പോയിട്ട്. ഇതിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊന്നല്ല, എത്ര എന്നുള്ള എണ്ണ ഇതുവരെ ആർക്കും കിട്ടിയില്ല. ഒരുപാട് ഹിന്ദിക്കാരും ബംഗാളികളും അതുപോലെ മലയാളികളാണ് ഇഷ്ടംപോലെ ഇനിയുണ്ടെന്നൊക്കെ അവർ പറയുന്നത്. എന്താ ചെയ്യലേ? ഇതാട്ടോ ആ പള്ളി. ഒരുപാട് ആളുകളിലേക്ക് സഹായങ്ങൾ എത്തിച്ച ആ പള്ളി ഇന്നിവിടെ ജുമാക്ക് കൂടി. ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ മുണ്ടക്കത്തെ ഇപ്പോഴത്തെ അവസ്ഥ. സംസാരിക്കാൻ തോന്നില്ല. എല്ലാവരും മുഖത്ത് എല്ലാം മറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളുകളും ഒക്കെ അവിടെ ഉണ്ട്. ഇവിടെ ആയിരുന്നു കേട്ടോ ഫുള്ള് വീടുകൾ. അതിൽ ഭാഗികമായിട്ട് തകർന്ന വീടുകളാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. കുറേ വീടുകൾ ഇതിൻ്റെ ചുവട്ടിലായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഇതിലെ ഒരു റോഡ് പണ്ടേ ഉള്ളതാണെന്ന് തോന്നുന്നു അല്ലേ, ആയിരിക്കും. ആ റോഡിൻ്റെ സൈഡിലേക്ക് കുറച്ചങ്ങനെ കയറി നിൽക്കുന്ന ആളുകളൊക്കെ അതാ, ഇതൊക്കെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ. അവരൊക്കെ മുന്നിലിങ്ങനെ കണ്ട ആളുകളാണ് അതൊക്കെ. ഇതിൻ്റെ അപ്പുറത്ത് കൂടിയായിട്ട് അതിൻ്റെ ശരിക്കുള്ള ഒഴുക്ക് ആ ഭാഗത്ത് കൂടി. പക്ഷേ അവിടുന്ന് ഈ ഭാഗത്ത് കൂടിയും ആ ഭാഗത്ത് കൂടിയൊക്കെ കൂടിയായിട്ട് വന്നിട്ടാണ് ഒക്കെ പോയത്. സ്കൂളാണ് 3 ലെയറുള്ള സ്കൂള്. അടിയത്തെ ലെയറിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോക്ക് പോയത്. അതൊക്കെ സ്കൂളിൻ്റെ ഭാഗമാണ്. ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം മേപ്പാടി പോയിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെ ഒരു ദുരന്തം ഇവിടെ ഉണ്ടായില്ലെങ്കിൽ ഇവിടെയൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ നിറഞ്ഞു നിന്ന് ആ അവിടുത്തെ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്ന കാഴ്ചകളൊക്കെ വല്ലാത്തൊരു ദുരന്തമായിപ്പോയി. എത്ര ഇതൊക്കെ തെരഞ്ഞ് മണ്ണ് മാറ്റിയിട്ട ഏരിയകളാണ്. ഇനി എത്ര ആളുകൾ ഇതിൻ്റെ അടിയിലുണ്ടെന്നാണ് പറയുന്നത്. ഒരു ലോറിയുടെ അത്ര വലിപ്പമുള്ള പാറകളൊക്കെ അവിടെ ഉള്ളത്. ഓക്കെ 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 ബൈ.